എന്തുകൊണ്ടാണ് ഈ സ്കൂൾ സിസ്റ്റവും ഒന്നും ചേഞ്ച് ചെയ്യാത്തതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. അതായത് ഈ ചേഞ്ച് ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റം റൺ ചെയ്യുന്ന ആൾക്കാർ തന്നെ അത് പറഞ്ഞ ഇൻകോംപ്രഹെൻസിബിൾ ആണ്. അവരത് മനസ്സിലാക്കിക്കൊണ്ട് അവരത് ആദ്യം ഒന്ന് ഇതെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള, അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കണം അല്ലെ. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചും ടെക്നിക്കലൊക്കെ ആണെങ്കിലും ഇനി വരുന്ന കുട്ടികൾ അതിനെങ്ങനെ സർവൈവ് ചെയ്യണം. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ പേരൻസ് ഒക്കെ പറയുന്നത് നമ്മുടെ മക്കളൊക്കെ കൊച്ചുമക്കളൊക്കെ വളർന്നു വരുമ്പോ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ, ഇപ്പൊ ചൂട് മഴ അങ്ങനെ അല്ലെ എല്ലാ രീതിയിലും പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളെ എന്തിലേക്കാണ് നമ്മൾ തയ്യാറാക്കണം, അല്ലെങ്കിൽ എന്തിലേക്കോ അതേ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള ടൈം പോലും ടീച്ചേഴ്സിന് കിട്ടുന്നില്ല. കാരണം ഞങ്ങള് പിന്നെ പഠിപ്പിക്കുന്ന കുട്ടികൾ വരും കാലത്ത് അവരുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ കാലത്ത് ഇപ്പൊ പഠിപ്പിക്കുന്ന ഈ സ്കില്ലുകൾ ആ കുട്ടികൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ഇതിനെ കുറിച്ച് കൃത്യമായ ഗവേഷണങ്ങൾ നടക്കണം. അങ്ങനെ ഗവേഷണങ്ങൾ നടന്നാൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള സമയം എന്തില്ല, അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒരു ചുറ്റുപാട് ഇപ്പൊ അത്ര ഇപ്പൊ പറയുന്ന പോലെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയോ അല്ലെങ്കിൽ കൊച്ചിയൊന്നും പോലെ അത്രയും അങ്ങനെയുള്ളൊരു മീൻ എല്ലാ തരത്തിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ല, ഒരു സാധാരണ ഒരാൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, അവർക്ക് ഇതിലേക്കൊക്കെ കിട്ടുന്ന എക്സ്പോഷർ ഇപ്പൊ ഈവൻ ടീച്ചേഴ്സിനാണെങ്കിൽ പോലും അവർ പറയുന്നത് നമുക്ക് പോർഷൻ തന്നെ പഠിപ്പിച്ച് തീരാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഈ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും AI എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട്, ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഉള്ള സിലബസ് തീർക്കാൻ സമയം അതിന്റെ ഇടയിലാണോ ഇത് എന്നാണ് ചോദിക്കുക.